اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. بسم الله الرحمن الرحيم. الحمد لله صلوات ربي وتسليماته على سيد المرسلين وعلى آله وصحبه وسلم تسليما كثيرا. ആലത്തൂർ ഇശാഅത്തുൽ ഇസ്ലാം മഹല്ലും ജമാഅത്തെ ഇസ്ലാമി ഏരിയ ഘടകവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നമ്മുടെ പതിവ് ഇല്ലാത്ത ഒരു പരിപാടിയാണിത്. ഇശാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിലുള്ള മഹല്ലിൽ 3 വർഷം ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രസ്ഥാന പ്രവർത്തനത്തിലും മഹല്ലിൻ്റെ സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനങ്ങളിലുമൊക്കെ അതിന് ചുക്കാൻ പിടിക്കുകയും നേതൃത്വം വഹിക്കുകയും ലീഡ് ചെയ്ത് 3 വർഷത്തോളം നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായി ആലത്തൂരുകാരനായി നമ്മോടൊപ്പം ജീവിച്ച അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സാഹിബിൻ്റെ യാത്രയയപ്പിലാണ് നാമുള്ളത്. മഹല്ലും പ്രസ്ഥാനവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ആളുകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ വിചാരിച്ച അത്ര ആയിട്ടില്ലെങ്കിലും നമുക്ക് പ്രൗഢഗംഭീരമായ ഒരു സദസ്സും അതുപോലെ തന്നെ ഒരു സ്റ്റേജും അതിലുള്ള അതിഥികളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു യാത്രയയപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ 2 യാത്രകളുണ്ടാവുക അല്ലെങ്കിൽ യാത്ര അയപ്പുകളുണ്ടാവുക. ഒന്ന് ഇതുപോലെ എവിടെയൊക്കെ പരദേശികളായി വിദേശികളായി പ്രവാസത്തിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലല്ലാത്ത സ്ഥലങ്ങളിലും ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, ആദരമർപ്പിക്കാൻ, അവരോടുള്ള നമുക്കുള്ള കടപ്പാട് രേഖപ്പെടുത്താനുള്ള ഒരിന്നാണ് യാത്രയയപ്പ്. രണ്ടാമത്തേത് ഈ ഭൂമിയിൽ നിന്ന് തന്നെയുള്ള യാത്രയയപ്പുകളാണ്. ഇവിടെ നാം ആദ്യത്തെ ഈ യാത്രയയപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 പൂർണ്ണത കൈവന്ന ഇശാഅത്തുൽ ഇസ്ലാം മഹല്ലിൻ്റെ ആദ്യ ഖത്തീബും ഖാദിയുമായി ചുമതലപ്പെടുത്തപ്പെട്ട അങ്ങനെ നമ്മളൊപ്പം ജീവിച്ച സക്കീർ സാഹിബിനെ അദ്ദേഹത്തിൻ്റെ നന്മകൾ അനുസ്മരിക്കുക എന്നതുകൂടിയാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം. കേവലം അദ്ദേഹത്തെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ പറയുന്നതിലപ്പുറം നമുക്ക് അദ്ദേഹം ഇവിടെ നടത്തിയ സേവനങ്ങൾക്കുള്ള നന്ദി പ്രകടനം കൂടിയാണ് ഈ അവസരം. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭ വാഗ്മിയായ ഈ നമ്മുടെ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, മഹല്ലിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ മഹല്ല് അംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നു നമ്മിൽ ഒരാളായി നമ്മുടെ വീടുകളിലൊക്കെ കടന്നു വന്ന ഒരാൾ നമ്മുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറയാനും അതിന് പരിഹാരം തേടാനും ഒക്കെയുള്ള ഒരു അത്താണി എന്നുള്ള നിലക്ക് നമ്മളോടൊപ്പം ജീവിച്ച, നമ്മിൽ ഒരാളായി ജീവിച്ച സക്കീർ സാഹിബിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാസമൊപ്പിച്ചുള്ള വർത്തമാനം എനിക്ക് പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ പഠിക്കാനുള്ള ഒരു പാഠമാണത്. എന്തൊക്കെ അങ്ങനെയുള്ള പാഠങ്ങളുണ്ട് എന്ന് പരതൽ കൂടിയാണ്, അന്വേഷണം കൂടിയാണ്. അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാ ഘടകങ്ങളിലും, പ്രസ്ഥാനത്തിൻ്റെ വിവിധ നമ്മുടെ ഹൽക്കകളിലും പ്രസ്ഥാനത്തിൻ്റെ ഉപഘടകങ്ങളിലുമൊക്കെ സജീവമായി, എനിക്ക് തോന്നുന്നു 100-200ഓളം ക്ലാസ്സുകൾ അദ്ദേഹം ആ അർത്ഥത്തിൽ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം വിവിധ പ്രദേശങ്ങളിൽ, ആലത്തൂർ, തരൂക്ക് ഏരിയകളിൽ, വടക്കഞ്ചേരി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ വിവിധ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിന് ഊർജ്ജം പകരുന്നതിൽ അതിന് നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വ്യക്തിയുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുക എന്നതിനപ്പുറം ഇങ്ങനെയുള്ള ആളുകൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവർ ഉണ്ടാക്കിയ ശൂന്യതയുണ്ട്, അവരാലുണ്ടായ നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടം നികത്തുന്നതിന് കൂടിയാണ് ഇത്തരം അനുസ്മരണങ്ങൾ.
അഥവാ അദ്ദേഹം നിർമ്മിച്ച ഉണ്ടായിപ്പോയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മെപ്പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നതാണ് ഈ യാത്രയപ്പിന്റെ പാഠം അല്ലെങ്കിൽ സത്ത. അങ്ങനെയുള്ള ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇശാഅത്തുൽ ഇസ്ലാം മഹല്ലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഏരിയ ഘടകവും കൂടെ സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായി യാത്ര ചോദിച്ച് ഈ 3 വർഷത്തോളം 2021 ഒക്ടോബർ 1 എന്നാണ് എൻ്റെ ഓർമ്മ, 1 യാത്ര തുടങ്ങിയ യാത്ര 2024 ജൂൺ 30 അവസാനിപ്പിച്ച് തിരിഞ്ഞു പോകുന്ന സക്കീർ സാഹിബിനെ എൻ്റെ വ്യക്തിപരമായ, ഞാൻ അദ്ദേഹത്തെ ഇവിടെ നല്ല പരിചയപ്പെടുന്നത് ഗൾഫിൽ നിന്ന് പരിചയമുണ്ട്. ഖത്തറിൽ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഖുത്ബകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഖുത്ബകൾ അവിടെ നിന്ന് കേൾക്കുകയും അതുപോലെ തന്നെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള പരിചയമാണ് അദ്ദേഹത്തെ ഇങ്ങനെ നമുക്ക് ഇശാഅത്തുൽ ഇസ്ലാം മഹല്ലിന് കീഴിൽ ഒരു ഖത്തീബ് വേണം, പെർമനന്റ് ആയിട്ട് ഇവിടെ ഒരു ഫുൾ ടൈമർ വേണമെന്ന് വന്നപ്പോൾ അങ്ങനെ കുറെ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന് എത്തിപ്പെട്ടത്. അദ്ദേഹം അതിനെ ആ അർത്ഥത്തിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും നമ്മോടൊപ്പം ആ ദിവസം മുതൽ, ആ തുടക്കം മുതൽ വരികയും അങ്ങനെ ജീവിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും പള്ളികളിൽ വിവിധ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സുബഹിയുടെ ക്ലാസ്സുകൾ, റമദാനിന്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കാൻ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, നിയമവിശാരദൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ സംരംഭങ്ങളുടെ ഒരു ഉപദേഷ്ടാവായി കൂടി അദ്ദേഹം ഈ ചുരുങ്ങിയ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലിംഗ് സെന്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആശ്വാസ് എന്ന പേരിൽ ആരംഭിക്കുകയും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകരാവുന്ന വർത്തമാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിൽ, വൈവാഹിക ബന്ധങ്ങൾ പൊട്ടിപ്പോകാവുന്ന ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും മുന്നോട്ട് പോകില്ല എന്ന് വന്ന ബന്ധങ്ങളെ അത് ഉത്തമ താല്പര്യം പരിഗണിച്ച് അവരുടെ രണ്ടു കൂട്ടരുടെയും ആഗ്രഹവും താല്പര്യം പരിഗണിച്ച് വിച്ഛേദിക്കാനും അഥവാ തൊലാഖിന് വേണ്ടി കാർമ്മികത്വം വഹിക്കാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കല്യാണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹല്ലിന് കീഴിൽ നടക്കുന്ന മരണങ്ങൾക്ക് അതിനൊക്കെ ലീഡർഷിപ്പായിട്ട് വഹിച്ച ആള്. അദ്ദേഹം നമ്മോട് വിട ചോദിക്കുകയാണ്. അലന്തൂരിനോട് താൽക്കാലികമായെങ്കിലും വിട പറയുകയാണ് അദ്ദേഹം. വിട പറയാൻ നേരത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടെ വിട പറയാൻ, യാത്ര പറയാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിട പറയുമ്പോഴാണോ കൊണ്ടുവരേണ്ടത്, നേരത്തെ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ പരിചയപ്പെടുത്തേണ്ടതല്ലേന്ന്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ വീടിരിപ്പിന് പോയപ്പോൾ കുടുംബത്തെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. നേരത്തെ ഒരു പരിപാടിക്ക് ഇവിടെ കുടുംബം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെയും ആദരണീയനായ സക്കീർ സാഹബ്, പുതുതായിട്ട് ചുമതലയേൽക്കുന്ന നമ്മുടെ ചുങ്കത്തറ റഫീഖ് മൗലവി, അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വല്ലാതെ ഇഷ്ടം തോന്നുന്ന ഒരു ഖുത്ബകളിൽ ഒരു ഖുത്ബയായിരുന്നു എന്നാണ് ഞാൻ പല ആളുകളുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ഓതുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ഇശാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനും മഹല്ല് പ്രസിഡന്റുമായ ഉസ്മാൻ സാഹിബാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏരിയ വൈസ് പ്രസിഡന്റായ മജീദ് മാസ്റ്റർ, വനിതാ വിഭാഗത്തിന്റെ കൺവീനർ സനൂജ മാം, അതുപോലെ തന്നെ GIയുടെ ജില്ലാ പ്രസിഡന്റ് ഷാഹിദ മാം, അതുപോലെ തന്നെ സോളിഡാരിറ്റിയുടെ ഏരിയ പ്രസിഡന്റ് അൻസർ സാബ്, പിന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന SIOയുടെ ഹലീം, ഇശാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി, എല്ലാ ആളുകൾക്കും ഊഷ്മളമായി മഹല്ലിന്റെ ഭാഗത്തു നിന്നുള്ള, പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്വാഗതം ഓതുന്നു. അധ്യക്ഷം വഹിക്കാൻ ജനാബ് ഉസ്മാൻ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ വഅമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് ഇവിടെ ഒത്തുചേർന്ന ഉദ്ദേശം സ്വാഗത ഭാഷണത്തിൽ മഹല്ല് സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ അസ്നാർ വിവരിച്ചു കഴിഞ്ഞു. വേദിയിലുള്ള ഇശാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി, ഇന്ന് ഈ സേവനം അവസാനിപ്പിക്കുന്ന ബഹുമാന്യനായ സക്കീർ ഹുസൈൻ സാഹിബ്, നിയുക്ത ഖാദി റഫീഖ് മൗലവി, ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധി മജീദ് മാസ്റ്റർ, വനിതാ
GIO സോളിഡാരിറ്റി വേദിയിലുള്ള മറ്റു അഭിവാദനരായ നേതാക്കൾ, ഇഷാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻമാർ, മറ്റ് മെമ്പർമാർ, മഹല്ല് കമ്മിറ്റി മെമ്പർമാർ, ഏറ്റവും ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അരമണിക്കൂറിലേറെ വൈകിയാണ് നമ്മളിത് തുടങ്ങുന്നത്. മഗ്‌രിബിക്ക് മുമ്പ് ഈ ഒരു ചടങ്ങ് അവസാനിപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞ് സമയം നഷ്ടമാക്കാതിരുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി നമ്മുടെ കൂടെയുണ്ടായിരുന്ന, നമ്മളിൽ ആലത്തൂരിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച സഹോദരൻ സക്കീർ ഹുസൈൻ സാഹിബ് സ്വന്തം നാട്ടിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാന ദൗത്യമേറ്റെടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ട് തൻ്റെ പ്രവർത്തന മണ്ഡലം മാറ്റുകയാണ്. ഇഷാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ 70 വർഷമായി ആലത്തൂരിൽ ഇഷാഅത്തുൽ ഇസ്ലാം സംഘം, പിന്നീട് സൊസൈറ്റി എന്ന പേരിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 50-ലേറെ വർഷമായി നമ്മൾ ഒരു പ്രത്യേക മഹല്ലായി, അതൊരു അർദ്ധ മഹല്ലായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. നമസ്കാരം വേറൊരു ഘടനയിലാണ്, തറാവി അടക്കം. നിക്കാഹ് രജിസ്ട്രേഷൻ 50 കൊല്ലത്തിലേറെയായി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ട്. ഇഷാഅത്തുൽ ഇസ്ലാം മസ്ജിദ് സ്ഥാപിതമായ 987-86 അന്ന് മുതൽക്കാണ് മഹല്ല് പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു രൂപം കൈവന്നത്. ജനങ്ങളെ ഭിന്നിച്ച് വിവിധ ഘട്ടങ്ങളിലാക്കി ഇസ്ലാമിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ലുമായി ഇത്രയും കാലം വളരെ സൗഹാർദ്ദപൂർണമായ സഹകരണമാണ് ഇപ്പോഴും നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനിവാര്യമായി 2021 നാം പ്രത്യേക ഖബർസ്ഥാനും ഒക്കെ ആയി സമ്പൂർണ്ണ മഹല്ലായി പ്രഖ്യാപിക്കുന്നത്. അന്നു മുതൽക്കാണ് സക്കീർ സാഹിബ് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ വരുന്നത്. ഇക്കഴിഞ്ഞ 3 കൊല്ലത്തോളം അദ്ദേഹം ആലത്തൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, ഇരട്ടക്കുളം മുതൽ പുതിയങ്കം, ലക്ഷംവീട് കോളനികൾ വരെ ഏകദേശം 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വളരെ അക്ഷീണ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. നമുക്കിടയിൽ, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമ്മളിൽ ഒരാളായി അദ്ദേഹം കഴിഞ്ഞ 3 വർഷം കൂടെയുണ്ടായിരുന്നു. വേർപിരിയലുകൾ ദുഃഖകരമാണ്, പക്ഷേ അത് അനിവാര്യവുമാണ്. നമ്മെ നയിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബഹുമാന്യനായ റഫീഖ് മൗലവി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ മുതൽ പ്രസംഗവും മറ്റു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകലും മഹല്ലിൻ്റെ ഖാദിയുമൊക്കെയായി പ്രവർത്തിക്കുക. ഈ അവസരത്തിൽ ഇഷാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റിയിലെ എല്ലാ നന്ദി അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് ഇനിയും പ്രവർത്തിക്കാൻ, കൂടുതൽ പ്രവർത്തിക്കാൻ അള്ളാഹു ആരോഗ്യം തരട്ടെ, അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലത്തൂർ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് താങ്കൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതവസരത്തിലും നിങ്ങളുടെ സേവനം
നമുക്ക് ആവശ്യമായി വരും. ആ സമയത്ത് അകലിയിരുന്നു കൊണ്ടായാലും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഗൈഡുകൾ ചെയ്യാൻ താങ്കൾ തയ്യാറാവണം പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഭാവി ജീവിതത്തിൽ പുതുതായി ഏറ്റെടുക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു ഉന്നത നേതൃത്വം എന്ന നിലയ്ക്ക് താങ്കൾ അവിടെ വിജയകരമായി പ്രവർത്തിക്കട്ടെ, അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കൾക്കും കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വീട്ടിനടുത്ത് സ്ഥിരമായി പോയി വരണം എന്നതാണ് ഇവിടുന്ന് പിരിയാൻ പറഞ്ഞ കാരണം. ആ കാരണം നമുക്ക് ലോജിക്കായി മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിപ്പ്, മകളുടെ കല്യാണം, അതുപോലെ തന്നെ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകേണ്ടുന്ന സാന്നിധ്യം ഉണ്ടാകേണ്ട അവസരം, അങ്ങനെയുള്ള ആളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സൊസൈറ്റി ഇക്കാര്യം ആലോചിക്കുകയും അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ മുടക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് നാം അദ്ദേഹത്തിന് ഈ അർത്ഥത്തിൽ യാത്രയപ്പ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ആശംസ അർപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏരിയ വൈസ് പ്രസിഡന്റ് ജനാബ് മജീദ് മാസ്റ്റർ സംസാരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ ഇഷാത്തുൽ ഇസ്ലാം മഹല്ല് പ്രസിഡന്റ് എ ഉസ്മാൻ സാഹിബ്, അബ്ദുറഹ്മാൻ ഹസ്ന സാഹിബ്, ഇന്ന് നമ്മൾ യാത്രയയപ്പ് നൽകുന്ന സക്കീർ ഹുസൈൻ സാഹിബ്, പുതിയ ഖാദിയായിട്ട് ചുമതലയേൽക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള റഫീഖ് സാഹിബ്, ജമാഅത്ത് ഇസ്ലാമി വനിതാ കൺവീനർ സനുജ മാം, സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് അൻസർ, അബ്ദുറഹ്മാൻ ഹൈദർ സാഹിബ്, മറ്റ് ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നാം ഒരു യാത്രയയപ്പ് സമ്മേളനത്തിലാണുള്ളത്. യാത്ര അയക്കപ്പെടുന്നത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച നമ്മുടെ ഖാദിയാണ് എന്ന് വേണ്ട. ഞാൻ സക്കാത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേക ഓർക്കുകയാണ്. ക്യാമ്പയിൻ നടത്തിയപ്പോൾ എല്ലാ ദിവസവും മുന്നിൽ നടക്കാൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. സക്കാത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സക്കാത്ത് ശേഖരിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം തന്നെക്കൊണ്ടാകുന്ന തരത്തിൽ എല്ലാ പ്രായക്കാരുമായിട്ടും എല്ലാ ജനവിഭാഗങ്ങളിലും കുടുംബങ്ങളിലും എല്ലാം ഒരു സാധാരണ ആളായി കൂടെ നടന്ന് അവരിലൊരാളായി ജീവിക്കാൻ ശ്രമിച്ച ആളാണ്. ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹൽക്കകൾ സന്ദർശിക്കുകയും ക്ലാസ് എടുക്കുകയും അത് വനിതകൾക്കിടയിലും പുരുഷന്മാർക്കിടയിലും സോളിഡാരിറ്റി, SIO, GIO തുടങ്ങിയുള്ള എല്ലാ ഒരു തരക്കേടില്ലാത്ത നല്ല നിലയിലുള്ള സക്കാത്ത് ശേഖരണമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ആ കാര്യത്തിലെല്ലാം സക്കീർ ഹുസൈൻ സാഹിബിൻ്റെ ഇടപെടൽ കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിർബന്ധ സാഹചര്യത്തിലാണ് നമ്മളോട് വിട പറയുന്നത്. പക്ഷേ മനസ്സറിയുന്ന എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം പൂർണ്ണമായി പോകാൻ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രയാസമുണ്ട്. എങ്കിലും ഒരു അനിവാര്യമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് യാത്ര പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും തുടർന്ന് നമുക്കിടയിൽ തന്നെ ഉണ്ടാവാൻ മറ്റ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പോകുന്നത് ഈ ഖാദിയുടെ ഒരു കുപ്പായത്തിലല്ല, അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ എന്ന ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തേക്കാണ്. തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മറ്റും അള്ളാഹു ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതന്ന, അല്ലെങ്കിൽ അവർ കുറേയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെയാണ് വീട്ടിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവർക്കെല്ലാം അതിനുള്ള മതിയായ പ്രതിഫലം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം നല്ല നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യങ്ങളോടുകൂടി പുതിയ വീട്ടിൽ താമസിക്കാനും അതനുസരിച്ച് കുടുംബജീവിതത്തെ കൊണ്ടുപോകാനുമെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ജമാഅത്ത് ഇസ്ലാമി ആലത്തൂർ ഏരിയയുടെ പ്രത്യേക പ്രാർത്ഥനയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസ്ഥാനത്തിൻ്റെയും മഹലിൻ്റെയും നേതൃത്വങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സക്കീർ സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപേ പറഞ്ഞ വാചകങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വീണ്ടും ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഒരു വനിതാ വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെയധികം നന്ദിയും കടപ്പാടുകളും അറിയിക്കാനാണ് നിൽക്കുന്നത്. വനിതാ വിഭാഗത്തിൻ്റെ പൊതു ക്ലാസ്സുകൾ വരുന്ന സമയത്തും അവർക്കിടയിലെ നേതൃത്വങ്ങൾ നൽകാനും വളരെയധികം സഹകരിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷക്കീർ സാഹിബ് അവർ. ഏറെ സന്തോഷം. പുതിയ അംഗം ഒരു പുതിയ മഹല്ല് രൂപീകരിക്കുന്നതിൽ 1.5 വർഷത്തോളം പ്രവർത്തിച്ച് അതിനുശേഷമാണ് വനിതകളുടെ കയ്യിൽ അത് ഏൽപ്പിച്ച് ഒരു ഹൽക്ക രൂപീകരണത്തിന് ആവശ്യപ്പെട്ടത്. എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹത്തിന് കൊടുത്ത പണിക്കപ്പുറം ധാരാളം സേവനങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഏവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും ബാക്കി നിൽക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നർമ്മമടങ്ങിയ വർത്തമാന രീതിയും ശാന്ത സ്വഭാവവും അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ ആലത്തൂരിൽ സൗഹൃദം കൂട്ടുവാനും പല കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും നിലനിർത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജനാബ് അബ്ദുറഹ്മാൻ ഹൈദർ സാഹിബാണ്. അദ്ദേഹത്തെ സക്കീർ സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഏകദേശം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇടയിൽ 3 വർഷം ജീവിക്കുന്നതിൽ ആലത്തൂർ ടൗൺ PJ-യിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭങ്ങളിൽ അവസാന നിമിഷങ്ങളിൽ ഖുർആൻ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ യാതൊരുവിധ സങ്കോചമോ മടിയോ കൂടാതെ ഹൽക്കയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയും ഖുർആൻ ക്ലാസ്സുകൾ എടുത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് നമ്മൾക്കിടയിൽ നിന്ന് തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്നത്. രാവിലെ മദ്രസയിൽ കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും മാജിക് എന്ന അഭ്യാസങ്ങൾ കാണിക്കും, അവരെ കയ്യിലെടുക്കുകയും ഉച്ചയ്ക്ക് ശേഷം SIO സോളിഡാരിറ്റി കുട്ടികളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും രാത്രികാലങ്ങളിൽ ഹൽക്ക യോഗങ്ങളിൽ പങ്കെടുത്തും അദ്ദേഹം വളരെയധികം ആക്റ്റീവായിട്ടായിരുന്നു ആലത്തൂരിൽ കഴിച്ചുകൂടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദിനങ്ങൾ തീർച്ചയായും സ്മരിക്കുക തന്നെ ചെയ്യും. പുതിയതായി ചാർജ് എടുക്കുന്ന റഫീഖ് സാഹിബ് ഇതിനെല്ലാം അപ്പുറം ചെയ്തു കൂട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സക്കീർ സാഹിബിന് നമ്മളിപ്പോൾ വിട നൽകുന്നത്. അദ്ദേഹം ചാർജ് എടുക്കുന്ന പുന്നീർകുളം അൻസാർ കോളേജിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തിലേക്ക് അവരോധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ചെയ്തു തീർത്തതിലുപരി വളരെയധികം പ്രവർത്തിക്കപ്പെടാൻ ഉള്ള ഒരു മേഖലയാണ് അത്. അതിന് കൂടുതൽ പ്രവർത്തിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൻ്റെ കാലങ്ങളെത്രയോ ആയിട്ട് നടത്തിയ സക്കാത്ത് ക്യാമ്പയിൻ, പ്രഭാഷണങ്ങൾ, യുവാക്കളോടൊപ്പം ഇരുന്നിട്ടുള്ള കളികൾ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച സമ്മർ ആക്ടിവിറ്റീസിൻ്റെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ഇതൊക്കെ അടുക്കും ചിട്ടയോടുകൂടി ഒരു ചെറിയ ഒരു എപ്പിസോഡിലാണ്, 2 മിനിറ്റിൽ നിന്ന് വളരെ നല്ല ഒരു ആ ഉചിതമായ യാത്രയപ്പിനുള്ള നല്ല ഒരു ക്യാപ്സൂളായിട്ട് അതെനിക്ക് മനസ്സിലായി. അതിന് സോളിഡാരിറ്റിയെ ഞാൻ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. അടുത്തത് GIയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തൊക്കെ സംഭാവനകളാണ് സക്കീർ സാഹിബ് നൽകിയത് എന്ന് ഷാഹിദ മാം പറയും. ആദരമർപ്പിക്കാനായി ജില്ലാ പ്രസിഡന്റ് ഷാഹിദ, പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, GIO ആലത്തൂർ ഏരിയയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സക്കീർ ഹുസൈൻ സാഹിബ് ചെയ്തു വെച്ച പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു, പ്രാർത്ഥനകളും. അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം GIOന് വേണ്ടി സിക്കിർ ഹുസൈൻ സാഹിബ് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. 3 വർഷങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹം ഇവിടെ നമുക്കിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് GIO കുറച്ച് നിർജീവമായിരുന്നു. എങ്കിലും പരിപാടികൾ നടത്തുമ്പോഴും നമ്മൾ സക്കീർ സാഹിബിനെ വിളിച്ചിരുന്നില്ല. അവസരം കിട്ടാഞ്ഞിട്ടാണോ വേറെ പരിപാടികളൊന്നും നടത്താഞ്ഞിട്ടാണോ എന്നറിയില്ല, സക്കീർ സാഹിബിനെ നമ്മൾ ആരും വിളിച്ചില്ല. GIO, സോളിഡാരിറ്റി, SIO, മലർവാടി ജമാഅത്ത്, വനിത എല്ലാവരും പരിപാടികൾക്ക് വിളിക്കുമ്പോഴും GIOവിനെ എന്തേ കണ്ടില്ല എന്ന് ചോദിച്ചിട്ട് ഒരു തവണ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ് കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. എന്താണ് GIOക്കാർ നമ്മളെ വിളിച്ചില്ല, നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ പള്ളി മീറ്റിംഗ് ഹാളിൽ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും അതുവഴി പോകുമ്പോൾ അവരൊന്ന് എത്തി നോക്കിയിട്ട് ചോദിക്കും, എന്താണ് അവസ്ഥ, GIOന്റെ മെമ്പർമാരൊക്കെ കൂടുന്നുണ്ടോ, കുട്ടികൾ കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചോദിക്കും. അതുപോലെ തന്നെ പരിപാടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഈഗോ പ്രോബ്ലംസും ഇല്ലാതെ നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. തുടർന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ GIO ആലത്തൂർ ഏരിയയുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അസ്സലാമു അലൈക്കും. ജോലി സമയം എന്നത് ഇല്ലാത്ത, എപ്പോഴും ജോലിയിലുള്ള ഒരാളാണ് അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചു. രാവിലെ മുതൽ 6 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 9-10 മണി വരെയൊക്കെ പ്രവർത്തനങ്ങളിൽ അനുസുഖ്യനാണ്. ഈ സമയത്ത് സാധാരണഗതിയിൽ ഒരു 50 വയസ്സൊക്കെ ആയാൽ പിന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ ആരും താല്പര്യപ്പെടാറില്ല. പക്ഷെ സക്കീർ സാഹിബ് അങ്ങനെ പുതിയ അദ്ദേഹം അഡ്വക്കസി പഠിച്ച ആളാണ്. ലീഗൽ അഡ്വക്കസി പഠിച്ച ഒരാള് മഹലിന്റെ ഖാദിയായി എങ്ങനെ ഇരിക്കും എന്ന് പലരും ചോദിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ ഇരുത്തി കാണിച്ചു കൊടുക്കുകയും അത് വിജയകരമാണ്. ഖത്തീബാണ്, ഖാദിയാണ്, അധ്യാപകനാണ്, പ്രഭാഷകനാണ്. ആ അർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു മജീഷ്യനാണ്, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും, ഇങ്ങനെ വൈവിധ്യം നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയാണ് അദ്ദേഹം. ഇതാ പുതിയ ഒരു വിദ്യാഭ്യാസ രീതിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ച് അടുത്ത് സംസാരിക്കുന്നത് ജമാഅത്ത് സോളിഡാരിറ്റിയുടെ ഏരിയ പ്രസിഡന്റ് ആദരണീയനായ അൻസാർ സാഹിബ്, പ്ലീസ്. വേദിയിലും സദസ്സിലുമുള്ള മഹാവ്യക്തിത്വങ്ങളെ, സക്കീർ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ യുവാക്കളുടെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു. സോളിഡാരിറ്റിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും പ്രസ്ഥാനത്തിൻ്റെ വിവിധ സംരംഭങ്ങളിൽ യുണൈറ്റഡ് ക്ലബ്ബായാലും ക്ലബ്ബയിലായാലും ബിരിയാണി ചലഞ്ച്, അങ്ങനെ ചെറുപ്പക്കാരെ ഒത്തുകൂട്ടി ഈ 3 കൊല്ലത്തിൽ സക്കീർ സാഹിബ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 ബിരിയാണി ചലഞ്ചിലും സക്കീർ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അതുപോലെ ഈ കൃപൻ്റെ രോഗികളുമായിട്ട് നമ്മൾ വിനോദ സഞ്ചാരത്തിന് പോയിട്ടുണ്ടായിരുന്നു, നെല്ലിയാമ്പതി. ഇതിലൊക്കെ സക്കീർ സാഹിബിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. ചെറിയ മേജക്കുകൾ കാണിച്ചും കുട്ടികളെ കയ്യിലെടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനി ഏറ്റെടുക്കുന്നതിലും പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി നടത്താൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 2022 ജൂലൈ 30 31 നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആലത്തൂരിൻ്റെ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന 70-ാം വാർഷികം ആഘോഷിച്ചു. ഞാനാണ് അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് നിയുക്തനായത്. പക്ഷേ ഞാൻ ആ കാര്യങ്ങൾ തുടങ്ങിയതും ഞാൻ ഹജ്ജിന് പോകേണ്ടായി. ആ ചുമതല വളരെ ഭംഗിയായിട്ട് അസിസ്റ്റന്റ് ജനറൽ കൺവീനർ എന്നുള്ള നിലക്ക് വളരെ ഭംഗിയായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും, പരിപാടി ആയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം ചെയ്ത് ഭംഗിയായിട്ട് നടത്തി എന്നത് ഞാൻ വളരെ ചാരിതാർത്ഥത്തോടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അദ്ദേഹത്തിനോടുള്ള ആദരം കൂടെ അർപ്പിക്കുകയാണ്. ഇനി SIO വരുമോ? SIOനെ വിളിച്ചിട്ട് വരുന്നില്ല, ഹലീം വരേണ്ടതായിരുന്നു, ഇത് ഫോൺ എടുക്കുന്നില്ല. ഇനി ഏതാനും ചില ആളുകൾ സദസ്സിൽ അദ്ദേഹത്തെ കൂടുതൽ ബന്ധമുള്ള, അദ്ദേഹത്തോട് പരിചയമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അടുപ്പമുള്ള ആളുകൾക്ക് 2 മിനിറ്റ് വീതം ഒരു 2-3 ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം, പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങൾക്ക്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഷക്കീർ സാഹിബിനെ കണ്ടപ്പോൾ വീണ്ടും ഒരു 5 വയസ്സ് കുറഞ്ഞോ എന്നെനിക്കൊരു തോന്നി. കാരണം അദ്ദേഹം ആലത്തൂർ നിന്ന് ഇവിടെ പറയുന്നതുകൊണ്ടായിരിക്കുമോ എന്നെനിക്കൊരു തോന്നൽ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് 2 കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, വിനയം, കാണുന്നവരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ പുഞ്ചിരിക്കുന്നത് പോലും സദക്കയാണ് എന്ന് പറയുന്ന അവസ്ഥ. അതേപോലെ എത്ര വലിയ ടെൻഷനിൽ വരുന്ന ഒരാളെയും മൂപ്പര് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ ആ ടെൻഷൻ മാറ്റാനുള്ള രൂപത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും, ഇതും എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു വിഷയമായിരുന്നു. ഇതാണ് ഒന്നാമത്തത്, വിനയം. അതേപോലെ തന്നെ മറ്റുള്ളവരെ കൂട്ടിപ്പിടിക്കുക, കുട്ടികളെ അടക്കം അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി കൂട്ടിപ്പിടിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, പ്രസംഗങ്ങളിൽ പിന്നെ ഉസ്മ സാഹിബിൻ്റെയും അതേപോലെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പല ഏരിയകളും അദ്ദേഹം കവർ ചെയ്തുകൊണ്ട് പല പരിപാടികളും നടത്തുകയുണ്ടായി. ഇതിപ്പോൾ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ, കണ്ടത്തിൽ ട്രാക്ടറോ അല്ലെങ്കിൽ പണ്ടുകാലത്തെ പിന്നെ കന്നുകൂട്ടുന്നോ ഒക്കെ പോലെയൊക്കെ ഉഴുത് മറിച്ചിട്ട് ഒക്കെ വിത്തൊക്കെ പായി വന്നു. ഇപ്പം വിത്തൊക്കെ മുളച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ചുറ്റും കളകൾ നിറഞ്ഞിരിക്കുകയാണ്. ആ കളകൾ പറിക്കാൻ ഇനി ആര് എന്നതാണ് മറ്റൊരു ചോദ്യം. ഇതിലെനിക്ക് വല്ലാത്ത ദുഃഖവും സങ്കടവും തോന്നുന്നുണ്ട് എന്നർത്ഥം. പക്ഷെ നല്ലൊരു കാര്യത്തിലാണ് അദ്ദേഹം പോകുന്നത് എന്നതുകൊണ്ട് സന്തോഷവുമാണ്. കുടുംബത്തോടൊപ്പം ചേരുവാനും അതോടൊപ്പം തന്നെ ഇതിൽ വെച്ച് ഉന്നതമായ മറ്റൊരു സ്ഥാനം ഏറ്റെടുക്കുവാനാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം ചെയ്തു വെച്ച മറ്റ് കാര്യങ്ങൾക്ക് ഇവിടെ ഞാൻ അബുദാബിയിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ് റഫീഖ് പോത്തുക്കൽ. റഫീഖ് മൗലവി പോത്തുക്കൽ. അദ്ദേഹത്തെ ഞാൻ അബുദാബിയിൽ വെച്ച് ഏകദേശം 1 മാസത്തോളം അബുദാബി ICCയിൽ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല ബന്ധങ്ങളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള മറ്റ് കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഷക്കീർ സാഹിബിനെ പോലെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് യാത്ര പറയുന്ന ഷക്കീർ സാഹിബിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രവർത്തിക്കുവാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് അവിടെ നൽകിക്കൊണ്ടിരിക്കണമെന്നും. കാരണം ഞാനിത് പറയാൻ കാരണം, എനിക്ക് ഖുത്ബ, ഞാൻ ഹൈവേ പള്ളിയിൽ ഖുത്ബ നടത്തുന്ന ആളാണ്. എനിക്ക് അത്യാവശ്യം ഖുത്ബയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൂടുതൽ പ്രവർത്തിക്കുവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റഫീഖ് മൗലവി പറഞ്ഞു, ഷക്കീർ സാഹിബിനെ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. അദ്ദേഹം യുവാവാണ്, ചെറുപ്പമാണ്, പാൻറ്റൊക്കെ ഇൻസൈഡ് ആക്കിയിട്ടാണ് കാലിരിക്കുന്നത്. അതെ, ആലത്തൂരുകാരിൽ യുവത്വത്തിന്റെ, അദ്ദേഹത്തിന് വയസ്സായതല്ല, യുവത്വത്തിന്റെ രക്തത്തിൽ ഇവിടെ ചടുലമായി നിന്നാണ്. ഞാൻ ജബ്ബാർ സാഹിബ് പറഞ്ഞതിൽ ഒന്നുകൂടെ പറയാം, കളകൾ പറിക്കാൻ അനുയോജ്യനായ ഒരാളെ കൊണ്ടുവന്നിട്ടാണ് റഫീഖ് സാഹിബ് അവിടെ ഇവിടെ പോകുന്നത്. കളകൾ മാത്രമല്ല പറിക്കുക, പഴങ്ങൾ പറിക്കും ആലത്തൂർന്ന്. ഷക്കീർ സാഹിബ് ഉണ്ടാക്കിയെടുത്ത ആ വിത്തിൽ അല്ലെങ്കിൽ നട്ട ആ ചെടിയിൽ ഫലമായി, അതുപോലെ തന്നെ വരമായി, വൻവായി, കായായി വരുന്നത് പറിക്കാനുള്ള ആളുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ആളുകൾക്ക് കൂടെ അവസരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷക്കീർ സാഹിബിനെ ഒരാൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് സംസാരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ മറക്കുവാനോ വളരെ സന്തോഷപൂർവ്വമല്ലാതെ ഓർക്കുവാനോ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയവുമാണ്. ഞാൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത്. നമ്മുടെ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള
കേസെടുക്കലും അറസ്റ്റും ഒക്കെ നടന്നിരുന്ന സന്ദർഭത്തിൽ അതിനുശേഷം വളരെ നാളുകൾ ആ കേസ് നീണ്ടുപോവുകയും പ്രാസ്ഥാനിക തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അത് വലിയ പ്രയാസമായി നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായി ഉരുണ്ടുകൂടുകയും ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സക്കീർ സാഹിബ് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് എന്നുള്ള ആ പദവി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജഡ്ജിയെ അവരുടെ ചേംബറിൽ പോയി കണ്ട് സംസാരിച്ച് ആ പ്രശ്നം സോൾവ് ആക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിയത്. അത് വളരെ വലിയ ഒരു ആശ്വാസമായിരുന്നു ആലത്തൂരിനെ സംബന്ധിച്ചോളം. കാര്യം ധാരാളം ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ PSC ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്പോർട്ട് വിസ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വളരെയധികം പ്രയാസം അനുഭവിച്ചൊരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം നേടിയ വിജ്ഞാനവും അനുഭവ സമ്പത്തും ദീർഘനാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനസേവന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള അനുഗ്രഹം നൽകി അദ്ദേഹത്തെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്കീർ സാഹിബിൻ്റെ യാത്രയയപ്പ് യോഗത്തിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ അനുഭവിച്ച ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ടൗണിൽ നിന്ന് മാറിയിട്ടാണ് താമസിക്കുന്നത്. ഇശാ നമസ്കാരം കഴിഞ്ഞ് പരിപാടികൾ കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം അടുത്ത് വന്ന് ചോദിക്കും, മസാ പോകാൻ വണ്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ, ഞാൻ കൊണ്ട് വിടാം. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം കൊണ്ട് വിട്ടിട്ടുമുണ്ട്. പക്ഷെ ചിലപ്പോൾ ഞാൻ എൻ്റെ സഹോദരനെയോ മകനെയോ കാത്ത് നിൽക്കുകയായിരിക്കും. അപ്പോഴും പറയും അദ്ദേഹം വന്നിട്ട് വണ്ടിയില്ലാതെ നിൽക്കുകയാണോ. അപ്പോൾ വാസ്തവത്തിൽ അയാൾ ഒരു കാലിയാണ്, ഒരു ഉന്നതമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം വന്ന് നമ്മളെ പോലെയുള്ളൊരു സാധാരണക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വണ്ടിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. അതിൽ തന്നെ പറയാതെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ചാണ്. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം പുതുതായിട്ട് ഏറ്റെടുത്ത സംരംഭത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വളരെ ആവേശപൂർവ്വം നടത്തി കൂടുതൽ ഉയരങ്ങളിലെത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം പുതിയ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞു. പുതിയ ഭവനത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും സന്തതികൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയാളുടെ ഭാവി ജീവിതം വളരെ ശോഭനമാവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആയുരാരോഗ്യ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഏരിയയിൽ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാങ്ക് റോഡ് ഹൽക്ക കുറേ കാലം നിർജീവമായിരുന്നു. ഹൽക്കയുടെ പുനഃസംഘാടനത്തിനും ഉള്ള ശാക്തീകരണത്തിനും വേണ്ടി പ്രസ്ഥാനം നിയോഗിച്ചത് സക്കീർ ഹുസൈൻ സാഹിബിനെയായിരുന്നു. വെറും 2-3 ആൾക്കാരുമായി ഹൽക്ക യോഗങ്ങൾ നടന്നു പോയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് 10-12 ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. സക്കീർ സാഹിബിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അത്രയ്ക്കും ആളുകളെ ഞങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് മാത്രം ആഗ്രഹിച്ചു വരുന്ന കുറേ ആൾക്കാർ നമ്മളുടെ ഹൽക്കയിലുണ്ട്. ഇപ്പോൾ അദ്ദേഹം പോകുന്നതോടുകൂടി അതില്ലാതാവുമോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഓരോരുത്തർക്കും, അവിടെ വരുന്ന ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന് ആ രീതിയിൽ അവരോട് സംവദിക്കാനും ആ രീതിയിൽ ചർച്ചകൾ നടത്താനും ഒക്കെ പലപ്പോഴും സക്കീർ സാഹിബ് തയ്യാറാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സുകളിൽ അവർ വീണ്ടും വളരെ താല്പര്യത്തോടു കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബാങ്ക് റോഡ് ഹൽക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുമ്പോൾ ഞങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റൊരാളെ നിയോഗിച്ചു തരണം എന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് സക്കീർ സാഹിബിനും കുടുംബത്തിനും ഇനിയുള്ള അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് പോകുന്നത്. പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ദൗത്യത്തിന് നേതൃത്വം വഹിക്കാനാണ് അദ്ദേഹത്തിന് പോകുന്നത്. അത്തരത്തിൽ ഇസ്ലാമിക ആദർശമുള്ള ഹൽക്ക യോഗങ്ങൾ എങ്ങനെ സജീവമാക്കാൻ പോകുന്നോ അതേപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരെ സജീവമാക്കാനും കൂടി
സക്കീർ സാഹിബ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി സന്ദർഭത്തിൽ പറയാം. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് സമഗ്രമാണ് എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ പലരും രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ പഠിക്കുന്നവരാണ്. പക്ഷേ പ്രവാചകൻ എങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അതിൻ്റെ ഒരു ജീവിക്കുന്ന മാതൃകയായിട്ടാണ് നമുക്ക് സക്കീർ സാഹിബ് നമുക്കിവിടെ കാണിച്ചത്. എന്ന് വെച്ചാൽ പള്ളിയുടെ കാവിയാണ്, പള്ളിയുടെ ഖത്തീബാണ്, മദ്രസയിലെ അധ്യാപകനാണ്, ഹൽക്കയിലെ പ്രവർത്തകരെ ഇസ്ലാമികമായി ഉയർത്തുന്നവരാണ് എന്നതോടൊപ്പം തന്നെ അവരെ രാഷ്ട്രീയമായി സാമൂഹികവൽക്കരിക്കുന്നതിൽ കൂടി അദ്ദേഹം കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ ഇരട്ടക്കുളം പ്രദേശത്തെ പ്രവർത്തകരുടെ കുറവുണ്ട് എന്ന് തോന്നാം. പ്രത്യേകിച്ച് അദ്ദേഹം കുറെ കൂടി ഇരട്ടക്കുളത്തെ വാർഡിൽ സജീവമായി ഉണ്ടാവുകയും ആ വാർഡിനെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഉദാഹരണം വെച്ച് പറയാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ 1-2 വർഷത്തെ പാർട്ടി കളക്ഷനുകൾ ഏതാണ്ട് കളക്ഷൻ തുടങ്ങി അവസാനം എത്തിയിട്ടും കളക്ഷൻ ഒന്നും നടക്കാത്ത സമയത്ത് സക്കീർ സാഹിബിൻ്റെ 1-2 യൂണിറ്റ് സന്ദർശനത്തിൽ, അതായത് വാർഡ് സന്ദർശനത്തിലൂടെ ഏറ്റവും നന്നായി ടാർഗറ്റ് പൂർത്തീകരിച്ച ഒരു വാർഡായി മാറ്റാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കൂടി വളരെ സജീവമായി വന്നു എന്ന് പറയാൻ ഓർമ്മപ്പെടുന്നു. അപ്പം തന്നെ ഇനി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ആലത്തൂർ ഏരിയയിൽ പുതിയ ഹൽക്കകൾ ഉണ്ടാവുന്നില്ല എന്നത് നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ തുടങ്ങി വെക്കുകയും എന്നാൽ അതെവിടെ എത്താതെ അവസാനിച്ചു പോവുകയും ചെയ്യുന്നൊരു പരിപാടിയാണ് ഉണ്ടാവുക. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആലത്തൂർ TB ഹൽക്കയുടെ കീഴിൽ പുതിയൊരു ഹൽക്കയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുകയും സജീവമായിക്കൊണ്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നുവെച്ചാൽ നമ്മുടെ പ്രവർത്തകരോടൊപ്പം പ്രസ്ഥാനത്തോടൊപ്പമുള്ള പല ആളുകളും ജോലി തിരക്ക് കാരണം കൊണ്ട് അവർക്ക് പലർക്കും ഹൽക്ക യോഗങ്ങളിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഞായറാഴ്ച സൺഡേ ഹൽക്ക എന്ന അർത്ഥത്തിൽ ഒരു ഹൽക്ക നമ്മൾ രൂപീകരിച്ചു. അതിന് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ ഞായറാഴ്ചകളിലും ഒരുപാട് പ്രവർത്തകരെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ ഹൽക്ക സജീവമാക്കി കൊണ്ടുപോകാൻ സക്കീർ സാഹിബിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പഴയ നമ്മുടെ അൽമനാറിൻ്റെ ബിൽഡിങ്ങിലാണ് നടത്തിയത്. പക്ഷെ ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ കൊണ്ട് നമ്മുടെ ഹൽക്കയും ആ അർത്ഥത്തിൽ നിർജീവമായി പോയി എന്നൊരു സങ്കടമാണുള്ളത്. ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു പിടിക്കാൻ കൂടി നമ്മുടെ പുതിയ കാലിക്ക് കഴിയണം എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് പ്രസ്ഥാന പ്രവർത്തനം മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കയറി വന്നത്. അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹം ഏതർത്ഥത്തിലുള്ള സേവനങ്ങളാണോ അദ്ദേഹം നിർവഹിച്ചത് അതിനേക്കാളും കൂടുതലായിക്കൊണ്ട് പുതിയ മേഖലകളിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹു അധികമായ പ്രതിഫലം നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം പുതിയ റഫീഖ് മൗലവിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നുണ്ട് എന്നതുകൂടിയാണ് ഇത്തരം ഒരു പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഓരോരുത്തരും കയറി പറഞ്ഞത് സക്കീർ സാഹിബോടെ നടത്തിയ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ കവച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങൾ റഫീഖ് മൗലവിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു. അസ്സലാമു അലൈക്കും. വാർഡ് മെമ്പർ റംല ഉസ്മാൻ സംസാരിക്കും. വരാത്തത് കൊണ്ട് പേരെടുത്ത് വിളിച്ചതാണ്. അസ്സലാമു അലൈക്കും. വിളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സക്കീർ സാഹിബിൻ്റെ ഈ യാത്രയപ്പിൽ 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പല സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും മൂപ്പര് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പൊതു ക്ലാസ്സുകളിൽ അദ്ദേഹമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന അവസ്ഥയിലും അദ്ദേഹം ഏത് സമയത്തും വിളിച്ചാൽ വന്ന് ക്ലാസ് എടുത്ത് തരുമായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക വ്യക്തിത്വമായിരുന്നു. കുട്ടികളുടെ കൂടെയാണെങ്കിൽ അദ്ദേഹം അവരുടെ ഒരു കുട്ടിയായി, യുവാക്കളുടെ കൂടെയാണെങ്കിൽ യുവാവായി, പ്രായമായവരുടെ കൂടെയാണെങ്കിൽ ആ രീതിയിൽ, അങ്ങനെ നല്ല രീതിയിൽ ഏത് രീതിയിലും അദ്ദേഹത്തിന് മാറാൻ കഴിയുന്ന ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് പോകുന്ന ജീവിതത്തിലും ആ രീതിയിലൊക്കെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയട്ടെ. പോകുന്നവർക്ക് ആലത്തൂരിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അത്
പിന്നെ റഫീഖ് മൗലവിക്ക് കൈമാറിയിട്ടാണ്, ആ ബാറ്റൺ കൈമാറിയിട്ടാണ് പോകുന്നത്. അത്ര തന്നെ ഞങ്ങൾ അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ റഫീഖ് മൗലവിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു അത്താണിയായിരുന്നു സക്കീർ സാഹിബ്. അവസാനമായി പറയാനുള്ളത്, പോകുന്ന ഈ ലാസ്റ്റ് സമയത്തെങ്കിലും ആ മാജിക്കിന്റെ ഗുഡൻസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിട്ട് പോയാൽ വളരെ സന്തോഷം ഉണ്ടാകും. കാരണം ഇപ്പോഴും അതിന്റെ ഗുഡൻസ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ഏതായാലും മൂപ്പരുടെ ഒരു കൈവേലയാണത്. അത് നമ്മൾ കൂടി പറഞ്ഞിരുന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ സക്കീർ സാഹിബും 36 വർഷത്തെ ബന്ധമുണ്ട്. ഞാനൊരു ക്ലാസ്സിലും സക്കീർ അപ്പുറത്തെ ക്ലാസ്സിലുമായി ഞങ്ങൾ വളരെ അടുത്ത, അന്ന് തന്നെ ഏറ്റവും കൂടുതൽ അടുപ്പത്തോടുകൂടി കോളേജിൽ മുന്നോട്ട് പോയ ആളുകളാണ് ഞങ്ങൾ. എന്തായാലും വളരെ പൊരുത്തമുണ്ട്. സക്കീർ സാഹിബ് ഇനി പോകുന്നത് ഞാനൊരു 5-6 വർഷം പ്രിൻസിപ്പളായിരുന്ന പുണ്യകുളം അൻസാർ കോളേജിലേക്കാണ്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഉള്ളത്. ഗേൾസിൻ്റെ കോളേജായിരുന്നു. ഇപ്പോൾ കുറച്ച് ബോയ്സ് കൂടി ചേർന്നുകൊണ്ട് മിക്സഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് അവിടുത്തെ ആളുകൾ, വൈസ് പ്രിൻസിപ്പളും മറ്റൊക്കെ നിരന്തരമായി വിളിച്ചു പറയും, എങ്ങനെയാണ് അത് നേരിടേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഞാൻ സക്കീർ സാഹിബിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ 36 വർഷത്തെ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചത് 3 വർഷങ്ങൾക്ക് മുൻപ് മോഡൽ സെൻട്രൽ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാനിങ്ങനെ കാണുകയാണ് സക്കീർ സാഹിബ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ മൂപ്പര് സദസ്സിൽ നിന്ന്, ഇവിടെ ഞാൻ പരിചയമുള്ളൊരു നാസറുണ്ട്, ഒരു നാസർ സാഹിബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സക്കീർ സാഹിബ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കലും മറന്നിട്ടില്ലല്ലോ എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. എന്തായാലും വളരെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ആലത്തൂരിനെ സജീവമാക്കിയ പ്രിയ സഹോദരൻ സക്കീർ സാഹിബിന് സർവ അനുഗ്രഹങ്ങളും സർവേശ്വരനായ ദയാഭരനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ റഫീഖ് പോത്തുകല്ല്, അദ്ദേഹത്തിന് എന്നെ പരിചയമുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് വർഷം മുമ്പിലെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാപ്പയുമായിട്ടുള്ള ബന്ധമാണ് അതിന് കാരണം. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല. എന്തായാലും പറ്റിയ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് നമ്മൾ നമ്മുടെ കാളിയാക്കി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സക്കീർ സാഹിബ് നിർവഹിച്ച ദൗത്യം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ പ്രിയ സഹോദരൻ റഫീഖ് സാഹിബിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരാ കൊടുക്കണേ? എല്ലാവരും കൂടെ അല്ലേ? യെസ്. ഞാനിങ്ങോട്ട് കുട്ടികൾ വരുമ്പോൾ എന്തോ ഒരു പൊതി കൊണ്ടുവരുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മാഷാ അല്ലാഹ്. തുറന്നിട്ട് ഇങ്ങനെ കണ്ണാലാണ് അതിന്റെ മാജിക്കാണോ?
ഒന്ന് നോട്ടിക്കോ. മാഷാ അല്ലാ, ഈ കുട്ടികളൊക്കെ കൂടെ നേർന്നിട്ട് സക്കീർ സാഹിബിനോടൊപ്പം നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഫോട്ടോ. ജസാക്കുമുല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അദ്ദേഹത്തിന് ഈ കുട്ടികളെ എന്നെന്നും ഓർമ്മിക്കാൻ വീട്ടിൽ അവിടെ ഫ്രെയിമിട്ട് സൂക്ഷിക്കും. ഇതാ ഇനിയൊരു ഉപഹാരമുണ്ട്. അൽമനാർ രണ്ടെണ്ണമാണ്, ഒന്നൊന്നുമല്ല. നമ്മളെക്കാൾ ഒരു മുഴം മുന്നേ എറിയുന്നവരാണ് കുട്ടികൾ എന്ന് മനസ്സിലായി. ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇശാഅത്തുൽ ഇസ്ലാം മഹലിന്റെയും ആദരം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് മെമന്റോ നൽകാൻ മഹല്ല് പ്രസിഡന്റും ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റിനെയും സംയുക്തമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങാൻ സക്കീർ സാഹിബിനെ. ഇനി സക്കീർ സാഹിബിന്റെ വിടവാങ്ങൽ പ്രസംഗം അഥവാ യാത്ര ചോദിക്കലാണ്. സക്കീർ സാഹിബിന്റെ യാത്ര ചോദിക്കലിന് വേണ്ടിയുള്ള അവസരമാണ്. ആദരണീയനായ, ഏറെ ബഹുമാന്യനായ, നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സംരംഭങ്ങളുടെ ചെയർമാനും മഹല്ല് പ്രസിഡന്റുമായ ഉസ്മാൻ സാഹിബ്. എനിക്ക് ഓരോരുത്തരെ കുറിച്ചും പലതും പറയാനുണ്ട്. പക്ഷെ എല്ലാവരും ഇങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ സമയം ഒരുപാട് എടുക്കും. ഒരുപാട് ചുമതലകൾക്കിടയിലും നമ്മുടെ ഇശാഅത്ത് മഹല്ലുമായി അല്ലെങ്കിൽ ഇതൊക്കെ ബന്ധപ്പെട്ട് ഏത് വിഷയത്തിന് ബന്ധപ്പെട്ടാലും വളരെ കൃത്യമായ മറുപടിയും കൃത്യമായ നിലപാടുമൊക്കെ പറയുന്ന ഒരു അള്ളാഹു വലിയ കഴിവ് കൊടുത്ത ഒരാളായിട്ടാണ് ഞാൻ ഉസ്മാൻ സാഹിബിനെ മനസ്സിലാക്കുന്നത്. അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹത്തെയും അതുപോലെ സ്വാഗതം ആശംസിച്ച എന്നെ ഇവിടെ കൊണ്ടുവന്നതും ഈ കഴിഞ്ഞ വർഷം മുഴുക്കെ എന്നോടൊപ്പം സഞ്ചരിച്ച ഇതിൻ്റെ മഹല്ല് സെക്രട്ടറി അബ്ദുറഹ്മാൻ ഹസനാർ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ എല്ലാ ഓരോരുത്തരും, ഞാൻ എൻ്റെ പേര് കിട്ടുന്നില്ല, സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എന്നെ സ്നേഹിച്ച ആലത്തൂരിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ നൽകിയ ഈ യാത്ര അയപ്പിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഏകദേശം 2 വർഷവും 10 മാസവുമാണ് അള്ളാഹു നിങ്ങളോടൊപ്പം ഈ അർത്ഥത്തിൽ സഞ്ചരിക്കാൻ, ഒരുപാട് കുടുംബങ്ങളുമായിട്ട് ഇടപഴകുവാൻ ഇങ്ങനൊരു അവസരം തന്ന അള്ളാഹുവിനെ ഞാൻ അങ്ങേയറ്റം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏതൊരു വേർപാടും നമുക്കറിയാം വേദന ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അടുപ്പത്തിൻ്റെ തോതനുസരിച്ച് വേദനയുടെ ആഴം കൂടും. ഇവിടെ നിന്ന് വിട പറയുമ്പോൾ തീർച്ചയായും എൻ്റെ മനസ്സും അല്ലാതെ നീറുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ചിലവഴിച്ച സമയമോ പ്രവർത്തനങ്ങളോ ഒരിക്കലും പൂർണ്ണമാണ് എന്നോ അതല്ലെങ്കിൽ കുറവുകളില്ലാത്തതാണെന്നോ ഒരിക്കലും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല. ഒരുപാട് പോരായ്മകളോടെയാണ് സഞ്ചരിച്ചത്. പടച്ച തമ്പുരാൻ അങ്ങനെ വന്നുപോയ എല്ലാ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആലത്തൂരിനെ കുറിച്ച് ആഴങ്ങളിൽ നിന്നുള്ള എൻ്റെ ഒരു ആത്മകഥം അഹങ്കാരമോ അഹംഭാവമോ ഇല്ലാത്ത ആളുകളാണ് അധികവും എന്നുള്ളതാണ്. ആലത്തൂരിനെ കുറിച്ച് എൻ്റെ ആത്മാവിൽ നിന്നുള്ള ആഴത്തിലുള്ള ആത്മകഥം അഹങ്കാരമോ അഹംഭാവമോ ഇല്ലാത്ത ആളുകളാണ് ഇവിടെ അധികവും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഞാൻ ഒരുപാട് ആലത്തൂർ നിവാസികൾക്ക്
മഹല്ല് നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന അനുഭവങ്ങളാണ് ഇക്കാലം അത്രയും എനിക്കുണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് തന്നെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചിലർക്ക് വേണ്ടി അറിയാതെ പ്രാർത്ഥിച്ചു പോകും. അത്തരത്തിലുള്ള ധന്യമായ അനുഭവങ്ങൾ മാത്രമാണ്. ഈ കൂട്ടത്തിൽ മദ്രസ, അതും മറ്റൊരു വലിയ സന്തോഷകരമായ ഒരു സന്ദർഭമായിരുന്നു. അങ്ങേയറ്റം ഹൃദയസ്പർശമായിരുന്നു. ജംഷീർ സാറുടെ ഇല്ല, ശാന്തവും അതേസമയം ശക്തവുമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ ജില്ലാതലത്തിലൊക്കെ നമ്മുടെ മദ്രസ വാങ്ങിക്കൂട്ടി. അധ്യാപകർ ഒറ്റക്കെട്ടായി നല്ല ഒരു മോഡൽ, ആക്ച്വലി ഒരു മോഡൽ എന്ന വാക്കിന് പൂർണ്ണമായും പൂർത്തീകരിക്കുന്ന അർത്ഥവുമായിട്ടാണ് നമ്മുടെ മദ്രസ സഞ്ചരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. മറ്റൊന്ന് ഖുർആൻ ക്ലാസ് പല പ്രദേശങ്ങളിലും എടുക്കാൻ അല്ലാഹു എനിക്ക് അവസരം നൽകി. അതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനാണ് പ്രാധാന്യം. പുതിയങ്കത്തും പള്ളിപ്പറമ്പിലും പഴമ്പാലക്കോടും കാവശ്ശേരിയിലും കാട്ടുശ്ശേരിയിലും അതുപോലെ മേലാർക്കോടും മാളികപ്പറമ്പിലും ഒക്കെ പല ഭാഗങ്ങളിലായി ഒരുപാട് മനുഷ്യരുമായി പരിചയത്തിലാവാൻ, അത് കൂടാതെയും പല ഹൽക്കകളും എല്ലാ ഹൽക്കകളിലും നിരന്തരം എന്ന പോലെ സഞ്ചരിക്കാനും ഇതൊക്കെ സാധിച്ചത് തീർച്ചയായും നമ്മുടെ മഹല്ല് ഖാദി എന്ന നിലക്ക് നമുക്ക് പ്രവർത്തിക്കാൻ, അങ്ങനെയൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇതിൻ്റെ ഭാരവാഹികൾ തന്നതുകൊണ്ട് തന്നെയാണ്. അതും ഈ സന്ദർഭത്തിൽ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുകയാണ്. എന്തായിരുന്നാലും അങ്ങനെ സഞ്ചരിക്കാൻ സാധിച്ചു. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാനുള്ളത് ഭക്ഷണം. അത് നമുക്കറിയാം, ഏത് പള്ളിയിലെയും മൗലവിമാർക്ക് നല്ല ഭക്ഷണം തന്നെയാണ് കിട്ടുക. പക്ഷെ അതിനൊക്കെ അപ്പുറമായിരുന്നു. എന്താ പറയുക, ഒരു രക്ഷയില്ലാതൊക്കെ പറയാറുണ്ട് ഇപ്പോഴത്തെ പുതിയ ശൈലി. അങ്ങനത്തെ പലപ്പോഴും എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ആള് വിളിക്കുക തന്നെ, ഇന്ന് എന്താണ് കറി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം അച്ചാറും ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അവൾ പറയാം ഇന്ന് ബിരിയാണിയാണല്ലേ, കാരണം ബിരിയാണിയുടെ ഒപ്പമാണ് ഈ സാധനം മാത്രം ഉണ്ടാവുക. അപ്പം അങ്ങനെ മിക്ക ദിവസവും അത്തരത്തിലുള്ള വലിയ ഭക്ഷണം, അത് ഞാൻ അധിക സന്ദർഭങ്ങളിലും വരുമ്പോഴൊക്കെ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു അവർക്ക് കൂടുതൽ ബർക്കത്തും റഹ്മത്തൊക്കെ കുടുംബത്തിന് കൊടുക്കണം. കാരണം അത്ര സ്വാദിഷ്ടകരമായ മനസ്സറിഞ്ഞ് തരുന്നതാണെന്ന് നമുക്ക് ഒരു ഐറ്റം മാത്രമല്ല. ഇപ്പൊ ഈ അവസാന സന്ദർഭമായിട്ട് പറയാണ്, ഒരേ സമയം നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഐറ്റമാണ് നമുക്ക് ഉണ്ടാകും, പക്ഷെ ഒന്നിലേറെ ഐറ്റങ്ങൾ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് കഴിക്കട്ടെ എന്ന് കരുതിയിട്ടൊക്കെ അത്ര വളരെ കരുതലോടെ ആ നൽകിയ സ്നേഹം, അതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയണം. പടച്ചതമ്പുരാൻ അങ്ങനെയൊക്കെ നമ്മളോട് മാത്രമല്ല പല സ്വഭാവത്തിൽ പല രൂപത്തിൽ നമ്മളെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്. പലരോടും ഇപ്പോഴും എനിക്ക് യാത്ര പറയാൻ, നേരിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമാണ്. പല കാരണങ്ങളാൽ പല പ്രദേശങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയും ബന്ധപ്പെടാനും കാണാനും ഒക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒറ്റ വാക്കിൽ നമ്മൾ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ വേദിയിൽ ആരും പറയില്ല എങ്കിലും അങ്ങനെ വന്നുപോയ എൻ്റെ പിഴവുകൾ, അതിനൊക്കെ അള്ളാഹു ക്ഷമിച്ചു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത്രയും കാലം പൂർണ്ണ പിന്തുണ തന്ന ഇതിൻ്റെ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിശാലമായി ചിന്തിക്കുന്നവരും നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകളുമാണ്. അവർക്കൊക്കെ പ്രത്യേകമായ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം സുലൈമാൻ സാഹിബിനെതിരായിരുന്നു, ഇപ്പോൾ അസനാർ കുട്ടി സാഹിബിനെതിരായി. 2 ഘട്ടത്തിലും സാധ്യമാകുന്നത്ര അതിനോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും അവരൊക്കെ നമ്മളെ പിന്തുണക്കുകയും നമ്മളെ കൂടെ കൂട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് സാധിച്ചതാണ്. അള്ളാഹു ആ അർത്ഥത്തിൽ എന്തൊക്കെ നന്മകൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും നമ്മൾ എന്തൊക്കെ സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു പരിഗണിക്കുകയും എന്തൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു പൊറുക്കുകയും ചെയ്യുമാറാകട്ടെ. കുറേ ആളുകളുടെ പേര് എടുത്ത് പറയണമെന്നുണ്ട്, സഹോദരന്മാരുടെ കൂട്ടത്തിലും സഹോദരിമാരുടെ കൂട്ടത്തിലും.
പക്ഷെ അത് മുഴുവനായില്ല എങ്കിൽ ചിലർക്കെങ്കിലും അത് വിഷമാവും എന്ന് പേടിച്ചിട്ട് ഞങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്. എന്തായിരുന്നാലും അങ്ങനെ ഒരുപാട് മനുഷ്യർ ഒരിക്കലും മറക്കൂല. അവർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇത്ര ഒരുപാട് പുകഴ്ത്തൊന്നും എൻ്റെ അടുത്ത് ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കണത് എന്നാലും ഞാൻ ഇവിടുന്ന് പോകണ്ടേ എന്ന് തന്നെയാണ് അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത. ഇൻഷാ അല്ലാഹ് അതായിരുന്നാലും ഞാൻ ആവർത്തിക്കുന്നില്ല. അള്ളാഹു ഈ കൂടിയ സമയത്ത് ഈ സദസ്സിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി റഫീഖ് സാഹിബ്, അദ്ദേഹത്തെ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം വളരെ പ്രാപ്തനും കഴിവുള്ളവനുമായ ഒരുപാട് അനുഭവങ്ങളുള്ള നല്ലൊരു നേതൃത്വമാണ്. ഇൻഷാ അല്ലാഹ് വളരെ നല്ല മുന്നേറ്റം ഇനിയും ഈ നാടിന് അള്ളാഹു നൽകും അദ്ദേഹത്തിലൂടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ സഞ്ചരിക്കാൻ അള്ളാഹു അദ്ദേഹത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സദസ്സ് ഒരു യാത്ര അയപ്പിനും അപ്പുറം ഒരു അധികാര കൈമാറ്റ ചടങ്ങ് കൂടിയാണ്. ഒരാൾ നേരത്തെ സൂചിപ്പിച്ചു, ബാറ്റൺ കൈമാറുകയാണ്. സക്കീർ സാഹിബ് ഇവിടെ പറഞ്ഞ എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി ഇനി നിങ്ങൾ നിർവഹിക്കണം. ഇതൊരു സമാഗമം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ മാസം അവസാനമാണ് സക്കീർ സാഹിബ് ഞങ്ങളോട് പറഞ്ഞ അവധി. അടുത്ത 1-ാം തീയതി നാളെയാണ് റഫീഖ് മൗലവി ഇവിടെ ചാർജ് എടുക്കേണ്ട ദിവസം. എങ്കിൽ അവസാന ദിവസം വരെ രണ്ടാളും അല്ലെങ്കിൽ സക്കീർ സാഹിബ് ഇവിടെ ഉണ്ടാകണം. പുതിയ ബാറ്റൺ ഏറ്റുവാങ്ങുന്ന ആള് അന്ന് തന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ബാറ്റൺ ഏറ്റുവാങ്ങണം എന്നത് സുചിന്തിതമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 30 യാദൃശ്ചികമായി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞായറാഴ്ചയാവുകയും അങ്ങനെ ഒരു സന്ദർഭം ഒത്തുകിട്ടുകയും നാളെ രാവിലെ മുതൽ റഫീഖ് സാഹിബ് മദ്രസയിൽ 6 മണിക്ക് മുതൽ അദ്ദേഹത്തിന്റെ സബര്യ ആരംഭിക്കും. സക്കീർ സാഹിബ് ഇവിടെ തുടങ്ങിയ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവൻ അദ്ദേഹം തുടരും. അല്ല പൂർവാധികം ശക്തിയായി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് അതിന് ആലത്തൂരിന്റെ മണ്ണിൽ സക്കീർ സാഹിബ് നട്ടുവളർത്തിയ വിത്തിന് വെള്ളവും വളവും ഒഴിച്ച് വൻവൃക്ഷമാക്കുകയും വടവൃക്ഷമാക്കുകയും ഫലം കൊയ്യുകയും ആളുകൾക്ക് ആലത്തൂരിൽ പ്രഭചൊരിയുകയും ചെയ്യുന്ന എല്ലാവിധ നല്ല കർമ്മങ്ങളും അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിവ് സകലകലാ വല്ലഭന്മാരാണ്, പോകുന്ന ആളും വരുന്ന ആളും. സക്കീർ സാഹിബിന്റെ സകലകലാ വല്ലഭത്വം ഇവിടെ പലരും സൂചിപ്പിച്ചു. ഇനി കണ്ടത് മധുരം കാണാത്തത് അതിമധുരം എന്ന് പറഞ്ഞതുപോലെ ഞാൻ റഫീഖ് സാഹിബിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം അവസാനം നമ്മളടുത്ത് സമാപിച്ചുകൊണ്ടായിരിക്കും പോവുക. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. റഫീഖ് മൗലവി ഇവിടെ ആരെ സൂചിപ്പിച്ചു? റഫീഖ് പോത്തുകല്ല് എന്ന്. റഫീഖ് പൊത്തുകല്ലാണ് ആലത്തൂരിൽ കാളിയായി വരുന്നത് എന്ന് കേട്ടപ്പോ ആ പടുവൃദ്ധനാണോ ഇങ്ങോട്ട് കാളിയായി വരുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് അതായിരുന്നു എന്നതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആലത്തൂരിൽ ഞങ്ങൾ കൊടുക്കുന്ന ലേബല് ആ പടുവൃദ്ധനായ ആദരണീയനായ റഫീഖ് പോത്തുകല്ലിനെയല്ല, റഫീഖ് മൗലവിയെയാണ് ഞങ്ങൾ ഇനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും ഞങ്ങൾ ഇങ്ങോട്ട് ആവാഹിക്കുകയാണ്. 27 വർഷത്തെ അധ്യാപന സബര്യയിലൂടെ മലപ്പുറം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ പള്ളികളിൽ, വിവിധ മദ്രസകളിൽ, സ്കൂളുകളിൽ 27 വർഷത്തെ അധ്യാപനം ചെയ്തുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം കാലൂന്നാൻ ശ്രമിക്കുന്നത്. 23 വർഷം മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ അദ്ദേഹം ഖുതുബ നടത്തി, വളരെ പ്രഗത്ഭമായ ക്ലാസുകൾ നടത്തി. അങ്ങനെയാണ് ഇപ്പോ ഒരു മാറ്റം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും നമ്മുടെ പരസ്യം കണ്ടപ്പോൾ വിളിക്കുകയും എങ്ങനെയാണ് എന്താണെന്ന് അന്വേഷിക്കുകയും ആരാണ് അവിടെ ഖത്തീബെന്ന് അന്വേഷിക്കുകയും ആ ഖുതുബകൾ എനിക്കൊന്ന് അയച്ചു തരണം, ഒന്ന് പഠിക്കാനാണ്, എങ്ങനെയാണ് ആലത്തൂരുകാർക്ക് ഖുതുബ നടത്തേണ്ടത് എന്നറിയാനുമൊക്കെ ചോദിച്ച് കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് റഫീഖ് മൗലവി ഇങ്ങോട്ട് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന്റെ അതിന്റെ മലപ്പുറം നോർത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. അതിനു പുറമെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സകലകലാ വല്ലഭനാണെന്ന്. ഇപ്പോ സക്കീർ സാഹിബിനെ കുട്ടികൾ എത്രമേൽ ഇഷ്ടപ്പെടുന്നുവോ ഞാൻ മനസ്സിലാക്കുന്നു, റഫീഖ് മൗലവിയെ അതിനേക്കാളേറെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിന്റെ മേഖല തന്നെ കുട്ടിത്തമാണ്. അദ്ദേഹത്തിന്റെ പ്രായം കണ്ടാൽ തന്നെ അറിയാം സക്കീർ സാഹിബിന്റെ അത്ര ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം.
കുട്ടികളോടൊപ്പം ജീവിച്ച് കുട്ടികളെ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന വാക്ക് 2 വർഷം തരൂ, ഞാൻ ആലത്തൂരിനെ മാറ്റിത്തരാം എന്ന ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഞങ്ങളോട് നടത്തിയത്. തീർച്ചയായും ആലത്തൂരിലെ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രവർത്തിക്കാനുള്ള വൈവിധ്യം നിറഞ്ഞ പ്രവർത്തന മണ്ഡലങ്ങളാണ് ആലത്തൂർ. ആലത്തൂർ എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിന്റെ 72 വർഷം പിന്നിട്ട പ്രവർത്തന പാരമ്പര്യമുള്ള വിവിധ എല്ലാ വകുപ്പുകളുമുള്ള ആലത്തൂരിന്റെ വ്യത്യസ്തങ്ങളായ ഹൽക്കകളുള്ള വനിതകൾ അതിശക്തമായി കേരളത്തിൽ ഊന്നിപ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീ സാന്നിധ്യമുള്ള പള്ളിയുള്ള 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് കൃപ പാലിയേറ്റീവ് കെയർ എന്നുള്ള സാമ്പത്തിക രംഗത്ത് ഞങ്ങൾക്ക് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ കേരളത്തിലും ഇന്ത്യയിലും എവിടെയില്ലാത്ത രൂപത്തിൽ 3 തവണ വെൽഫെയർ പാർട്ടിയുടെ വാർഡ് മെമ്പർ സ്ഥാനം സ്ഥിരമായി നിലനിർത്തുന്ന ഇത്തരമൊരു പ്രവർത്തന മണ്ഡലത്തിലേക്കാണ് റഫീഖ് മൗലവി താങ്കൾ കടന്നു വരുന്നത്. ഞങ്ങൾ താങ്കളെ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ ഒരു പരിച്ഛേദം മാത്രമാണ്. അനേകായിരങ്ങൾ ഇതിന് പുറത്തുണ്ട്. നിങ്ങളെ കാണാനും കേൾക്കാനും അവർ കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ ഖുത്ബകളിലൂടെ, ക്ലാസുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, മദ്രസ അധ്യാപനത്തിലൂടെ, നിങ്ങളുടെ ഫുൾ ടൈം പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ കേവലം ഒരു ആലങ്കാരിക പദമല്ല ഹാദി എന്ന് പറയുന്നത്, ആലങ്കാരിക പദമല്ല ഖത്തീബ് എന്നത്. ഇവിടുത്തെ ഫുൾ ടൈമറാണ്. ഇനി സക്കീർ സാഹിബ് ഇവിടത്തുകാരനായിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ റഫീഖ് മൗലവിയാണ് ആലത്തൂകാരനായി മാറാൻ വരുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ നന്മകൾക്കും നൈരന്തര്യമുണ്ടാകാൻ, അത് വിട്ടുപോകാതെ കള പറിച്ചു കളയാനും അതുപോലെ തന്നെ വളം വെക്കാനും ഫലം കൊയ്യാനും ഒക്കെയുള്ള ഒരു നല്ല ആഗ്രഹത്തോടു കൂടിയാണ് റഫീഖ് മൗലവിയെ ഞങ്ങൾ ഇവിടുത്തെ ഖാദിയായി, ഖത്തീബായി, ഫുൾ ടൈമറായി, പ്രസ്ഥാന പ്രവർത്തകനായി, ലീഡറായിട്ട് മുമ്പേ നടക്കാൻ ഇവിടെ ഞാൻ ബോധപൂർവമാണ് റഫീഖ് മൗലവിയെ ഇങ്ങനെ സൊസൈറ്റി ഇദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എന്തൊക്കെയാണ് സക്കീർ സാഹിബ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖല എന്ന് അറിയാനും അത് അറിയിക്കാനും അതൊക്കെയാണ് നിങ്ങളുടേത് എന്നുള്ള മെസ്സേജ് പാസിങ്ങിന് കൂടിയാണ് 2 മഹാരഥന്മാരെയും സകലകലാ വല്ലഭന്മാരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മലർവാടി ടീം ഇന്ത്യ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആണ് അദ്ദേഹം. സിജിയുടെ മോട്ടിവേഷൻ സ്പീക്കറും ട്രെയിനറുമാണ് അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ നന്മ കലാസമിതി അംഗമാണ്. തനിമ ജില്ലാ സമിതി അംഗമാണ്. പേര് പറഞ്ഞാൽ ഒരുപാട് സാരഥ്യം വഹിക്കുന്ന മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ചുങ്കത്തറയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് നാട്. അവിടെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ ഒരു തരത്തിലും സമ്മതിക്കാതെ അവസാനം അദ്ദേഹം 10-22 വർഷം സ്വന്തം നാട്ടിൽ പ്രവർത്തിച്ചിട്ട് ഒരു ചേഞ്ച് തരൂ എന്ന് റിക്വസ്റ്റ് ചെയ്ത് അതില് അവര് വീണ് അവസാനം അദ്ദേഹം ആലത്തൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ മുതിർന്ന തലമുറയ്ക്ക് വേണ്ടി താങ്കളെ ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ താങ്കൾ സ്വാഗതം ചെയ്യാണ്. ഇവിടുത്തെ വനിതകൾക്ക് വേണ്ടി ഞങ്ങൾ താങ്കൾ സ്വാഗതം ചെയ്യാണ്. ആലത്തൂരിന്റെ മണ്ണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ചടുലമായി പ്രവർത്തിക്കാൻ എല്ലാ അംഗങ്ങളുടെയും വിഭവങ്ങളുടെയും അതുപോലെ തന്നെ വകുപ്പുകളുടെയും എല്ലാവിധ പിന്തുണയും താങ്കൾക്കുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഞാനിത് അദ്ദേഹത്തെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ നടത്തിയതാണ്. ഇനി അദ്ദേഹത്തിന്റെ 2 വാക്ക് അല്ലെങ്കിൽ നമ്മോട് അല്പം വർത്തമാനം പറഞ്ഞ് ഇതിന് സമാപനം കുറിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാം. ആദരണീയനായ റഫീഖ് മൗലവിയെ ഞാൻ സ്റ്റേജിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. اللهم صل على محمد وعلى آل محمد إنك حميد مجيد. ഈ വേദിയെ ധന്യമാക്കുന്ന നമ്മോട് ഇവിടെ പറയുന്ന സക്കീർ സാഹിബ് അടക്കമുള്ള പ്രമുഖ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇശാഅത്തുൽ ഇസ്ലാം മഹല്ല് നേതൃത്വം കൊടുക്കുന്നവർ, പ്രസ്ഥാന നേതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട മക്കൾ, ഞാനിന്ന് അല്ല ഇവിടെ വരേണ്ടിയിരുന്നത് എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ്. ഒരു മുൻധാരണയുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ ഉപ്പ പറഞ്ഞു 3 ഖുതുബക്ക് ഞാനിവിടെ വന്നിട്ടുണ്ട്, നല്ല മനുഷ്യന്മാരാണ്, പലകുട്ടി പോയിക്കോ, ഉപ്പ പറഞ്ഞതാണ്. ഞാൻ ബഷീർ മൊഹീദ്ദീൻ സാഹിബിനെ മിനിഞ്ഞാന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, റഫീഖ് സാഹിബ്, നിങ്ങളെ അവർക്ക് ഇഷ്ടമാകും, അവരെ നിങ്ങൾക്കും ഇഷ്ടമാകും, ആലത്തൂരുകാർ നല്ല മനുഷ്യരാണ്. കുറേ ആൾക്കാർ പറഞ്ഞു. അള്ളാഹു അത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
പക്ഷെ ഞാൻ ഇന്നത്തെ ഈ യാത്രയപ്പ് പരിപാടി ഒന്നും കേൾക്കാതെയാണ് വരുന്നതെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇപ്പം ബേജാറ്, ഒരു അസ്വസ്ഥത, ഒരു ടെൻഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ. ഞാൻ ധാരാളം ആളുകളുമായി സംസാരിച്ചിരുന്നു. ഞാനങ്ങനെ ഖാളിയായിട്ട് എവിടെയും പ്രവർത്തിച്ചിട്ടില്ല. ഖുത്ബകളും ഖത്തീബും പ്രവർത്തനമൊക്കെ 24 മണിക്കൂറൊക്കെ പണിയെടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ സ്വയം തിരഞ്ഞെടുത്തതാണ് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്കീർ സാഹിബത്തിനെ ഞാൻ ആദ്യം വിളിച്ചത്. അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വസയുജന്നബുൽ അത്ഖാ അല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർളാഹ്. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഏത് പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം എന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ശക്തമായ നിയത്ത് മനസ്സിലുറപ്പിക്കുകയും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടി അതിലേക്ക് പ്രാപ്തരാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് പറ്റിയ ആളുകളും സംഘവും ആണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, സക്കീർ സാഹിബിനെ പോലെ ആഴത്തിൽ ഓടി നടന്ന് പണിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരാൾ വടിയെടുത്ത് പുറത്ത് ചിലപ്പോൾ തൊളിക്കേണ്ടി വരും. അദ്രമ സാഹിബൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം. മഹല്ലിലെ പ്രവർത്തനങ്ങൾക്ക് അല്പം കൂടി പ്രാധാന്യം കൊടുക്കുകയും അതിലെ കുട്ടികളെ ശാക്തീകരണവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, യുവാക്കളുടെ കോർഡിനേഷൻ, ഞാനൊരു റിസോഴ്സ് മാപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പണി ഇൻഷാ അല്ലാഹ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ അവിടുത്തെ വെൽഫെയർ പാർട്ടിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, മലർവാടിയുടെ ഏരിയ കോർഡിനേറ്ററാണ്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അവിടെ ഇനി എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അതുകൂടി എന്നെ ഏൽപ്പിക്കാൻ 6 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഏരിയൻ്റെ മലർവാടിയുടെ ഉത്തരവാദിത്തം എന്നിൽ നിന്ന് വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു സന്നദ്ധമായിട്ടില്ല. ആഴ്ചയിൽ വരുമ്പോൾ ആ പണി എടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ വന്നാൽ അയാൾക്ക് പരമാവധി പണി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പൊ എല്ലാം കൂടി കൂട്ടി ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായി ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പരിചയപ്പെടാനും ഒരു ട്രാക്കിലേക്ക് കയറാനുമുള്ള സമയം നിങ്ങൾ അനുവദിക്കുകയും ഏറ്റവും അനിവാര്യമായ പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് സമയം നൽകുകയും ചെയ്യണമെന്നതാണ്. കാരണം ഞാൻ പറഞ്ഞ ഉദ്ദേശം, ആലത്തൂരിന്റെ പ്രദേശത്ത് പുറത്ത് പാലക്കാട് ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു, വരി റഫീഖ് സാഹിബ് വരി, നിങ്ങൾ വരാൻ കാത്തിക്കാണ്. ഞാൻ ആളെ പറയണില്ല, നിങ്ങൾ വരാൻ കാത്തിക്കാണ്. കുറച്ച് പണി നമുക്ക് ഇവിടെ ഒരുക്കാണ്ട്, അത് ഇവിടെ ഒന്നല്ല, കുറച്ച് അപ്പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെ ധാരാളം വരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ തൽക്കാലം ഒരു പരിപാടിക്കുമില്ല, കുറച്ച് ദിവസം മഹല്ലിൽ തന്നെ ഒതുങ്ങിക്കൂടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് ഒരു പരിപാടിക്കും വിളിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പരമാവധി ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഭദ്രതയും ചിട്ടയും ഉണ്ടാക്കാൻ, ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ. ഞാൻ ഓതിയല്ലോ, വസയുജന്നബുൽ അത്ഖാ, തഖ്വയുള്ള ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്താ തഖ്വ? ഇത്ര കാലമായി കേൾക്കുന്ന വാക്കാണ് തഖ്വ. അല്ലത് യുഅതി മാലഹു യതസക്ക, എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ നൽകുന്നവർ തസ്കിയത്ത് ഉദ്ദേശിച്ച് നൽകുന്നവരാണ്. തസ്കിയത്ത് ഉദ്ദേശിച്ച് നൽകുന്നവർ. ഞാൻ ദീർഘിപ്പിക്കണില്ല, വാച്ചിൽ നോക്കണ്ട. യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രതിഫലം നൽകപ്പെടാൻ അർഹതയുള്ള ഒരു കർമ്മവും ഒരാൾക്കുമില്ല, ഒരാൾക്കും അവകാശമില്ല. ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, ഉന്നതനായ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്ത കർമ്മങ്ങളല്ലാതെ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി അതിൻ്റെ മുഖമുദ്രയാവണം. ആ അർത്ഥത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഈ വൈകിയ വേളയിലുള്ളത്. സക്കീർ സാഹിബ് നടത്തിയ വലിയ പ്രവർത്തനങ്ങളിലെ കളപറിക്കാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചില ആളുകളെ വിളിക്കും. അപ്പൊ നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറയാതെ എൻ്റെ കൂടെ ഉണ്ടാവണം. ചിലപ്പോൾ എൻ്റെ മുമ്പിൽ നടക്കേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവണം, കുട്ടികളുണ്ടാവണം, സ്ത്രീകളുണ്ടാവണം, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ പ്രത്യേകിച്ചും ഉണ്ടാവണം.
അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ നമ്മുടെ കുറവുകൾ ഒരിക്കൽ ടി ആരിഫ് അലി സാഹിബിൻ്റെ നാട്ടിലേക്ക് പിന്നെ ഖത്തറിൽ വെച്ച് കണ്ടപ്പോൾ മുണ്ടുമൊഴിയിൽ റഫീഖിനെ 2 കൊല്ലം നിർത്താൻ തീരുമാനിച്ചിരുന്നു പറഞ്ഞ് പോകാൻ പറ്റിയില്ല. അദ്ദേഹം അന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഇങ്ങനെ പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മോൻ, ചെറിയ മോൻ ഇങ്ങനെ അല്ലാഹു അക്ബർ ഇങ്ങനെ മാന്തും. മോന് തക്ബീർ കിട്ടിയ അപ്പോൾ മൂക്കിലൊന്ന് മാന്തും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എല്ലാ അടുക്കളയിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി നമ്മുടെ മോനെന്തോ ഒരു മൂക്കിലിങ്ങനെ മാന്തുണ്ടല്ലോ, തക്ബീർ കിട്ടുക മൂക്കിൽ മാന്ത, തക്ബീർ കിട്ടുക മൂക്കിൽ മാന്ത. ആ ഭാര്യ അതത്ര ശ്രദ്ധിച്ചില്ല. അത്ര പിന്നെ അതെന്നെ പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്താ പണി? എനിക്കോ? ആ നിങ്ങളതന്നെയല്ല പണി, തക്ബീർ കിട്ടുക മൂക്കിൽ മാന്ത. അങ്ങനെ നിങ്ങളും അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹം പറയാം, 45 വയസ്സ് വരെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് വെറുതെ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി വെറുതെ ഒന്ന് തക്ബീർ വെച്ചപ്പോഴേക്കും എൻ്റെ കൈ അറിയാതെ മൂക്കിലേക്ക് വന്നു. 45 വയസ്സ് വരെ അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ 4 വയസ്സുകാരൻ 5 വയസ്സുകാരനൊക്കെ അത് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ കുറവുകൾ വേഗം കണ്ടെത്തും, ആളത് അറിയൂല. അപ്പോൾ ഭാര്യ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്ന കുറവുണ്ട് എന്ന് പറയാൻ ആളുകളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നത് തിരുത്തം. ശക്തമായി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്, സഹകരണം ആവശ്യമുണ്ട്, പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈ വൈകിയ വേളയിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മോട് വിട പറയുകയല്ല. ഞാൻ പലരും പറയുന്നത് കേട്ടു, തൽക്കാലം ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് 6 മാസം എന്ന് എൻ്റെ ഒരു ഓർഡർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്കൊന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ട്രസ്റ്റ് മെമ്പേഴ്സിനൊക്കെ തന്നെ അയച്ചു കൊടുത്തു. ഇപ്പം അവർ അതിൽ പിടിച്ചിരിക്കുകയാണ്. ഒന്നും പേടിക്കണ്ട, 6 മാസമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് തന്നെ കിട്ടും. ഇന്നൊരു യാത്രയപ്പുണ്ട്, ഇന്ന് രാവിലെ ഒരു യാത്രയപ്പുണ്ടായിരുന്നു, ഒരു 6-7 യാത്രയപ്പിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുറഞ്ഞ കാലയളവിലല്ല, ഞാൻ 2 കൊല്ലമൊക്കെ ഇവിടെ നിൽക്കണം എന്ന് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളുടെ പിന്തുണയുണ്ടാവണം, സഹകരണം ഉണ്ടാവണം. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ആത്മാർത്ഥമായി കരുത്തോടെ ജാഗ്രതയോടെ ചിട്ടയോടെ പ്രവർത്തിക്കാൻ നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഇപ്പോൾ തൽക്കാലം വിട പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട സക്കീർ സാഹിബ്, അദ്ദേഹം പോകുന്ന സ്ഥാപനം എനിക്കറിയാം. അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ ഇവിടത്തേക്കാൾ കരുത്തോടെ അവിടെ പ്രവർത്തിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആളെ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അറിയില്ല എന്നുള്ളത് വെറുതെ എനിക്കറിയാം. പറഞ്ഞു ആ പ്രശ്നങ്ങളിലൊക്കെ ആർട്ട് ഓഫ് കോംപ്രമൈസ് കൃത്യമായി ഇടപെട്ട് പുതിയ തലങ്ങളിൽ ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവും അറിവും പക്വതയും ദീർഘവീക്ഷണവും നൽകിയ അല്ലാഹു സക്കീർ സാഹിബിനെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ സംഘാടകർ, എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാന പ്രവർത്തകർ, എൻ്റെ കുട്ടികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അല്ലാഹു ദീനിന്റെ മാർഗത്തിലെ കരുത്തുള്ള പ്രവർത്തകരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എവിടെ ഏത് വേദിയിൽ ചെല്ലുമ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും ഫലസ്തീനികളെ കുറിച്ച്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഫലസ്തീനികൾ ജീവിക്കുന്നത്. അല്ലാഹു ആ കുഞ്ഞുമക്കൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എതിരാളികൾ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി ദീനിന്റെ മാർഗത്തിൽ അവർക്കും നമുക്കും ശക്തമായി പോരാടാനുള്ള അറിവും കഴിവും നൽകി അല്ലാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.